അല്ല അന്ന് തീരുമാനിച്ചത് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി നാളെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടോ? നാളല്ല മറ്റന്നാൾ. നേതൃത്വമായുള്ള കൂടിക്കാഴ്ചയൊക്കെ നടത്തിയല്ലോ, ലീഗ് നേതൃത്വമായിട്ട് കൂടിക്കാഴ്ച നടത്തിയല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും അല്ല, അത് രാവിലെ സംസാരിച്ചതിന്റെ ബാക്കിയാണ്. ഒരു പരിഹാര ഫോർമുല ഉണ്ടാവും ഈ പ്രശ്നങ്ങൾക്ക്. അല്ല, എന്നിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ പ്രശ്നപ്പോ തീർന്നില്ലേ, പിന്നെന്തിപ്പോ ഇത് എന്തിനും പരിഹാരം ഉണ്ടാവില്ലേ? അല്ല, പ്രശ്നം പരിഹരിക്കപ്പെടും. വ്യക്തിപരമായ തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റില്ല, അതെന്റെ വ്യക്തിപരമായ കാര്യമില്ലല്ലോ, അതൊരു പാർട്ടിയുടെ കാര്യമാണ്. അപ്പൊ ആ പാർട്ടിയുടെ കാര്യത്തിന് പാർട്ടിയുടെ തീരുമാനം സ്റ്റേറ്റ് കമ്മിറ്റി കൂടി നാഷണൽ കമ്മിറ്റിയോട് സംസാരിച്ചിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് വ്യക്തിപരമായി അൻവർ തീരുമാനിക്കട്ടെ, അൻവറിന് ഇരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. പക്ഷെ വ്യക്തിപരമായി എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ, മത്സരിക്കാനോ അല്ലെങ്കിൽ UDF-നൊപ്പം ഇല്ല, അത് ഞങ്ങൾ യുനാനിമസ് ആയിട്ട് പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടാവും. ഇപ്പം നടത്തിയിട്ടുള്ള ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പൊ പോയിട്ട് വന്നിട്ടുള്ള ചർച്ചയിൽ ഒരു അനുകൂലമായ സമീപനം ഉണ്ടായോ? പ്രത്യേകിച്ച് എന്തിന്റെ ആനുകൂല്യം? അല്ല, ഈ UDF നിലപാട് ആദ്യം അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ല, അത് ആരെ വ്യക്തമാക്കണമെന്നല്ല ആലോചിക്കാന്ന്. ഷൗക്കത്തിനെ കുറിച്ച് നീ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ചില ഒന്ന് പരിധി കടന്നു പോയെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, ഞാൻ വസ്തുതകളാ പറഞ്ഞത്. എങ്ങനെ? അല്ല, ബസ്സിൽ പുറത്തു നിന്നാലും വാഹനത്തിന്റെ പുറത്തിരുന്നാലും ഡോറിൽ നിന്നാലും ബസിന്റെ ബാക്കിലെ കോണിയിൽ നിന്നാലും ലക്ഷ്യത്തിലെത്തൂലേ? ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പെട്ടെന്നാണെന്ന് കരുതുന്നു. അതെല്ലാം പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രോബ്ലം സോൾവ് ആവുന്നില്ല, പിന്നെന്താ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തത്? ബസിന്റെ കോണിയിൽ നിന്നായാലും അൻവർ യാത്ര ചെയ്യും. അല്ല, അങ്ങനെ തീരുമാനിച്ചാൽ നല്ല മഴയല്ലേ, ഇപ്പൊ കോണിമ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ. വേനലൊക്കെ ആണെങ്കിൽ അല്ല, അതാണല്ലോ ബസ്സിലെ കോണി എന്ന് പറഞ്ഞത്. അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സമയത്തും ഇങ്ങനെ എന്താ പറയാ, നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് അസന്തോഷമാവണം, അൺഹാപ്പി ആവേണ്ട കാര്യം? നമ്മളെ ഹെൽത്തിനും കൂടി ബാധിക്കൂലേ? ഐ ആം ഓൾവേസ് ഹാപ്പി. നിങ്ങൾക്ക് ഓരോ ഘട്ടത്തിൽ തോന്നി, നമ്മൾ ചിലപ്പോൾ എല്ലാതും ചിന്തിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ മുഖത്ത് എന്താ പറയാ അങ്ങനെ ഭാവവ്യത്യാസം ഉണ്ടാവും. അത് അൺഹാപ്പി ആയതുകൊണ്ടൊന്നുമല്ല, അൺഹാപ്പി ആവുന്ന പ്രശ്നവും ഇല്ല, അങ്ങനെ ആരും വിചാരിക്കും വേണ്ട. ഐ ആം ഓൾവേസ് പോസിറ്റീവ്, ഓൾവേസ്. താങ്കൾ നിലപാട് പറയട്ടെ. ഐ ആം ഓൾവേസ് പോസിറ്റീവ്. നിലപാട് അറിയിക്കോ? താങ്കളുടെ നിലപാട് അറിയിക്കോ? ഏതെന്ത് നിലപാട്? സതീശൻ പറഞ്ഞ PV അൻവർ നിലപാട് പറയട്ടെ. അല്ല, അത് പാർട്ടി കമ്മിറ്റി കൂട്ടിയിട്ട് തീരുമാനിക്കുന്നു. അതാ മറ്റന്നാൾ കൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, പ്രശ്നം തുടങ്ങിയിട്ടില്ലല്ലോ. തീരണമെങ്കിൽ എവിടെ പ്രശ്നം തുടങ്ങിയത്? എന്ത് പ്രശ്നം തുടങ്ങിയത്? ഒരു പ്രശ്നമില്ല. അതെനിക്കറിയില്ല. ഔദ്യോഗികമായ സംസാരം നടന്നിട്ടില്ല, പരസ്യ പ്രതികരണം അല്ലാതെ ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് നേതൃത്വം പലരും വന്നു പോയത് നിങ്ങൾ തന്നെ കണ്ടല്ലേ. അതല്ലാതെ VD സതീശൻ ആ നിലയ്ക്കുള്ള സംസാരിച്ചിരുന്നു. ആ നിലക്കെന്ന് പറഞ്ഞാല് KPCC പ്രസിഡന്റുമായിട്ട് ഞാൻ 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. ഈ അബ്ദുൾ വഹാബും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ആയിട്ട് ഇപ്പം അവസാനം നടത്തിയ ചർച്ചകൾ ഗുണകരമായി എന്നാണോ അങ്ങയുടെ വിലയിരുത്തൽ? കുഴപ്പമില്ല, ഞാൻ ഡിസൈഡ് പോയിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും വളരെ ഫ്രൂട്ട്ഫുള്ളാണ്. ഇന്ന് വരെ അദ്ദേഹമായിട്ട് രാഷ്ട്രീയം ഡിസ്കസ് ചെയ്തിട്ട് ഒരു അൺഹാപ്പി ആവേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ ഏറെക്കുറെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമായി എന്ന് നമുക്ക് കരുതാം. മറ്റന്നാളത്തെ ഇങ്ങനെ കരുതിയാലും കുഴപ്പമില്ല. ഒരാളെ കരുതുന്നത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? കോഴിക്കോട് 2-ാം തീയതി ചേർന്ന UDF യോഗത്തിൽ താങ്കളോട് സഹകരിപ്പിക്കാനുള്ള തീരുമാനം വന്നതാണ്. പക്ഷെ പിന്നീട് അതിന്റെ പ്രഖ്യാപനം ഒക്കെ ഉണ്ടാവും. താങ്കൾ അല്ല, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കോഴിക്കോടാണോ UDF യോഗം? അല്ല, അന്ന് കഴിഞ്ഞു പോയ സംസ്ഥാന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. അല്ല, അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലെയർ തങ്ങളൊക്കെ അറിയില്ലേ? അന്നും ഒരു പ്രശ്നമുള്ളത് ഈ അസോസിയേറ്റ് അംഗമാണോ അതോ ഘടകകക്ഷിയാണോ? അതാണ് ഒരു പിന്നെ ഇപ്പോഴത്തെ ഒരു തർക്കം. അല്ല, അസോസിയേറ്റ് അംഗമാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അസോസിയേറ്റ് അംഗം കൂടി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ UDF-ന്റെ പാർട്ടല്ലല്ലോ. അല്ലല്ലോ. ആണോ? അത് ചെയ്യാൻ ആണോ? തീരുമാനമെടുത്തു. അത് പറ നിങ്ങള്. ഞാൻ ഇതുവരെ ഈ തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ UDF-ന്റെ ഏതെങ്കിലും നിലക്കിൽ അസോസിയേറ്റോ അല്ലാതെയോ പാർട്ടായിട്ടുണ്ടോ? അങ്ങനെ ഡിക്ലറേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഒന്നും വേണ്ടാത്തത്? ചോദ്യം മാത്രമേ ഉള്ളൂ. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അപ്പോ ഞാൻ UDF-ന്റെ പാർട്ടല്ലല്ലോ.
അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു UDF നടത്തുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ് എന്താ അതിൽ തെറ്റ്? PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ കൺവീനറോട് നിങ്ങൾ ചോദിക്കുകയാണ് UDF ഇങ്ങനെ സ്ഥാനാർത്ഥിയെ നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചാൽ ആ അഭിപ്രായമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, UDFന്റെ ഭാഗമാകുമ്പോൾ UDFന്റെ അഭിപ്രായം ആകണമല്ലോ എനിക്കായിട്ടൊരു അഭിപ്രായം പറ്റില്ലല്ലോ. മിനിഞ്ഞാന്ന് വരെ ഈ നിമിഷം വരെ ഞാൻ UDFന്റെ പാർട്ടായിട്ടില്ല. PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ കൺവീനറോട് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ് നിലമ്പൂരിൽ UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അല്ല, അതിനെന്താ കുഴപ്പമെന്ന്? അത്രേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, അസോസിയേറ്റ് അംഗമാക്കി പ്രഖ്യാപിച്ചാൽ പ്രശ്നം തീർന്നു. അല്ല, അത് പാർട്ടി കമ്മിറ്റി കൂടിയിട്ടല്ലേ തീരുമാനം. തൃണമൂലിന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഓൺലൈനും ബാക്കിയുള്ളതൊക്കെ. നമ്മളൊരു ചിന്ന പാർട്ടി തമിഴ്നാട്ടിൽ പറയേ ചിന്ന പാർട്ടി താൻ സ്വാമി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചിന്ന പാർട്ടി. അല്ല, അത്താഴം വേണ്ട, ആദ്യം മുടങ്ങണമെങ്കിൽ അത്താഴം ഉണ്ടെങ്കിലല്ലേ മുടങ്ങുക. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഐ ആം ഓൾവേസ് എന്താ പറയുക ഹോപ്പ്ഫുൾ. ഞാൻ സ്റ്റെപ്പ് അടഞ്ഞ് വേണ്ട. അല്ല, അതൊക്കെ കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഈ മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിലൊരു അസാവഹമായിട്ടുള്ളൊരു ഇതുണ്ടായിട്ടുണ്ടോ? ഇരിക്കാൻ വിട്ട് നമുക്ക് അല്ലെങ്കിൽ തമാശ പറയാം. തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനർ എന്ന നിലയ്ക്കുള്ള അഭിപ്രായ പ്രകടനമാണ് താൻ നടത്തിയത് എന്നാണ് PV അൻവർ ഇന്നലത്തെ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചുള്ള പ്രസ്താവനയ്ക്ക് വിശദീകരണമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. താൻ എപ്പോഴും പോസിറ്റീവാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഷൗക്കത്തിനെ കുറിച്ചുള്ള നിലപാടിൽ മാറ്റമില്ല എന്ന് പറയുന്നു. കാരണം അദ്ദേഹം ഇപ്പോഴും UDFന്റെ പാർട്ടായിട്ടില്ല, അതുകൊണ്ട് അങ്ങനെയാണ് അഭിപ്രായം എന്ന് PV അൻവർ പറയുന്നു. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നില്ല, മനസ്സ് തുറക്കുന്നില്ല മാധ്യമപ്രവർത്തകരോട്.